ലെറ്റർ എഴുതാറില്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിന്, അതേപോലെ തന്നെ റിലേറ്റീവ്സിന്, നിങ്ങളുടെ പാരന്റ്സിനൊക്കെ? അപ്പൊ ഇതൊക്കെ ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണെന്ന് അറിയോ? യെസ്, ഇൻഫോർമൽ ലെറ്റർ ആണ് അല്ലെ. സോ ഇൻഫോർമൽ ലെറ്റർ നമ്മൾ എപ്പോഴാണ് എഴുതുക? ഫോർ അവർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫോർമൽ ലെറ്റർ എഴുതുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫോർമൽ ലെറ്ററും ഫോർമൽ ലെറ്ററും തമ്മിൽ അതിന്റെ ഫോർമാറ്റിനൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. ആൻഡ് നിങ്ങൾ SSLCക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഇൻഫോർമൽ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് അല്ലെ. ആൻഡ് ഇപ്പൊ നമ്മുടെ വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ. സോ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ആ ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ മാർത്ത എഴുതുന്ന പേഴ്സണൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് ഇൻഫോർമൽ ലെറ്ററിന് നമുക്ക് എങ്ങനെയൊക്കെ പറയാം? പേഴ്സണൽ ലെറ്റർ, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്റർ, അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ അല്ലെ. ഈ പേരുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ചോദ്യം നോക്കടാ. മാർത്ത വാസ് എക്സ്ട്രീംലി ഹാപ്പി ഓൺ ദി ഡേ ഷീ റിസീവ്ഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയാന്ന് മാർത്ത ഭയങ്കര ഹാപ്പിയാണ് അല്ലെ. മാർത്ത നല്ല ഹാപ്പിയാണ് എന്നുള്ള. ഇമാജിൻ ദാറ്റ് ഷീ റോട്ട് എ ലെറ്റർ ടു ഹെർ ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് ഓൾ ദ ഇൻസിഡന്റ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ സ്കൂൾ. അപ്പൊ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, അഥവാ ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ഒക്കെ കിട്ടി, അപ്പൊ അതിന്റെ ഹാപ്പിനെസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അവളുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുകയാണ് എന്നുള്ളത്. ആൻഡ് ആ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും? എല്ലാ ഇൻസിഡന്റും അല്ലെ, ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നതിന്റെ മുന്നേ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ, എന്നിട്ട് കിട്ടിയത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ലെറ്ററിൽ പറയണം എന്നുള്ളതാണ്. ഓക്കെ, സോ പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർത്ത ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ ആണ് നമ്മളോട് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അല്ലെ, എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇത് മാർത്ത അയക്കുന്ന ഫ്രണ്ട്ലി ലെറ്റർ ആണ് എന്നുള്ള അല്ലെ. മാർത്തയുടെ ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ ആണ്. സോ നമ്മൾ എന്തറിയണം? എന്താണ് ഒരു ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടടാ. യെസ്, സോ ഫസ്റ്റ് യു ഹാവ് ടു മെൻഷൻ ദ സെൻഡേഴ്സ് അഡ്രസ്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഒരു പേഴ്സണൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണോ കത്ത് അയക്കുന്നത് ആ ആളുടെ അഡ്രസ്സ് നമ്മൾ അവിടെ കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് എന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന്റെ അഡ്രസ്സ് നമ്മൾ കൊടുത്താൽ മതി. കാരണം നമുക്ക് അത് എവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ സ്റ്റോറിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഇത് എവിടെയാണ് നടക്കുന്ന കഥ എന്നുള്ളതൊക്കെ അല്ലെ. അപ്പൊ ആ ഒരു സ്ഥലം നമ്മൾ അങ്ങോട്ട് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി അതല്ല നമ്മൾ അയക്കുന്ന ഓൾറെഡി ചോദ്യം നമ്മളോടാണ് എന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ അയക്കുന്ന രീതിയിലുള്ള കത്താണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു അനോണിമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അഡ്രസ് ഒക്കെ നിങ്ങൾ അവിടെ കൊടുത്തിട്ടാൽ മതി. ഓക്കെ, സെൻഡേഴ്സ് അഡ്രസ് എന്നുള്ളത് നിങ്ങൾ അവിടെ കൊടുത്തിട്ടാൽ മതി എന്നുള്ള. എന്നിട്ട് സെൻഡേഴ്സ് അഡ്രസ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? ഡേറ്റ് അല്ലെ, ഡേറ്റ് വേണം. ഓക്കെ, സോ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡേറ്റ് ആണ് പിന്നെ ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞാലോ ഇവിടെ നമ്മൾ ടു അഡ്രസ് ഒന്നും കൊടുക്കണ്ട അല്ലെ, കാരണം ഇത് ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റർ ആണ്. സോ നമ്മൾ പിന്നെ എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സല്യൂട്ടേഷൻ ആണ് എന്നുള്ള. നോക്ക്, സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയടാ? സല്യൂട്ടേഷൻ ആണ്. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ കത്തയക്കുന്നത് ആ ആളെ നമ്മളൊന്ന് അഡ്രസ് ചെയ്യണ്ടേ. നമ്മൾ പാരന്റ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡിയർ മോം അല്ലെങ്കിൽ ഡിയർ ഡാഡ് എന്നൊക്കെ പറയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സോ ഇവിടെ നമ്മൾ അയക്കുന്നത് നമ്മുടെ ഫ്രണ്ടിനാണ്, അഥവാ മാർത്തയുടെ ഫ്രണ്ടിനാണ്. സോ പറയാണ് ഡിയർ നേഹ, പ്രിയപ്പെട്ട എന്റെ നേഹ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാണ് കേട്ടോ. നേരെ പോയിട്ട് എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി എന്നൊക്കെ പറയണം, വേണ്ട. ഹൗ ആർ യു മൈ ഡിയർ അല്ലെ, എന്തൊക്കെയുണ്ട്? യെസ്, hope you are doing well. നീ നന്നായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. I really miss your presence അല്ലെ, എനിക്ക് നിന്റെ ഈ പ്രസൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ് and I have got something special to tell you. എനിക്ക് എന്തുണ്ട്? നിന്നോട് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് അറിയടാ? നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയെന്ന് പറയാം, അതിന് മുന്നുണ്ടായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറയാം അല്ലെ. സ്കൂൾ മാനേജ്മെന്റ് ഡിസൈഡഡ് ടു ചേഞ്ച് ദ പോളിസി റിഗാർഡിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലെ. എന്നിട്ട് എന്തൊക്കെയായിരുന്നു? ദേ ഡിസൈഡഡ് അവരെന്താണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ടു ഗിവ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ടു ജുവാൻ അല്ലെ. ജുവാൻ അത് കൊടുക്കണം എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് നമ്മുടെ മാർത്ത അപ്പൊ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, മാർത്ത അല്ലെ. മാർത്ത പറയാന്ന് പറയുമ്പോൾ നമ്മൾ പറയും പോലെയാണ് ഇവിടെ എഴുതേണ്ടത് അല്ലെ. നമ്മൾ മാർത്ത ആയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ പറയാണ് ഐ എക്സ്പ്രസ്ഡ് മൈ ഡിസപ്പോയിന്റ്മെന്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഗ്രാൻഡ് പാ അല്ലെ. ഗ്രാൻഡ് പേയുടെ മുന്നിൽ ഞാൻ എന്റെ ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്തു എന്നുള്ളതൊക്കെ പറയാം. എന്നിട്ട് അപ്പൊ എന്താണ് ഗ്രാൻഡ് പാ പറഞ്ഞിട്ടുള്ളത്? ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാർത്ത ഇങ്ങനെ മാർത്തയുടെ ഫ്രണ്ടിനോട് പറയുന്ന പോലെയാണ്
നമ്മൾ ഇവിടെ എഴുതേണ്ടി എന്നുള്ള അല്ലെ. അപ്പൊ രണ്ടാമത്തെ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉത്തരം ഇങ്ങനെ മാറ്റി കൊടുക്കുക എന്നുള്ള അല്ലെ. ഇനിയിപ്പോ വേറെ ചോദ്യമാണെങ്കിലും ആ ചോദ്യത്തിലൊക്കെ എന്താണ് ഒരു ഹാപ്പി ആയിട്ടുള്ള ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞൂടെ, നീ എവിടെ, നിനക്ക് സുഖാണോ, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ളതൊക്കെ അല്ലെ. അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ സ്ഥലത്തും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. കത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ രണ്ടാമത്തേല് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ അത് അങ്ങോട്ട് മാറ്റി കൊടുത്തോ. ഓക്കെ, നിർത്തുന്ന സമയത്ത് അല്ലെ നല്ലൊരു കൺക്ലൂഷൻ വേണമല്ലോ. സോ നോക്ക്, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് പറയാണ്, ഐ ഹോപ്പ് യു വിൽ റിയലൈസ് മൈ ഫീലിങ്സ് ആൻഡ് റിപ്ലൈ ആസ് സൂൺ ആസ് പോസിബിൾ അല്ലെ. ഞാൻ പ്രതീക്ഷിക്കാണ് നീ എൻ്റെ ഫീലിങ്സ് ഒക്കെ നീ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളതും പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്ലൈ തരും എന്നുള്ളതും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ മാർത്ത സാഡ് ആയിട്ട് എഴുതിയ ലെറ്റർ ആണെന്ന് വിചാരിച്ചു. മാർത്തക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ഒക്കെ കിട്ടില്ല എന്ന് അറിഞ്ഞ മൊമെന്റിൽ മാർത്തയുടെ ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ ആണെങ്കിൽ അത് ഹാപ്പി ലെറ്റർ അല്ലല്ലോ, അത് ഭയങ്കര സാഡ് ആയിട്ടുള്ള ലെറ്റർ ആണല്ലേ. എന്നാൽ അവിടെ നമുക്ക് പറഞ്ഞൂടെ, ഐ ഹോപ്പ് യു വിൽ റിയലൈസ് മൈ ഫീലിങ്സ് എന്നുള്ളത് അല്ലേ. കാരണം ആ ഒരു അപ്പോൾ നമുക്ക് ഭയങ്കര സാഡ് ആയിട്ടുള്ള ഫീലിങ്സ് ആണല്ലോ, അതും നീ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചൂടെ. അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യാസമില്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ ആണ്. ഓക്കെ, സോ നോക്ക്, എന്നിട്ട് പറയാണ്, and concluding my letter അല്ലെ, my words and hoping to meet you soon dear. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ആൻഡ് ഞാൻ പെട്ടെന്ന് തന്നെ നിന്നെ കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. കൺവേ മൈ വാം റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം. വീട്ടിലുള്ള എല്ലാ ആളുകളോടും എന്ത് ചെയ്യണം, എൻ്റെ അന്വേഷണം പറയണം. ദെൻ മേ ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് യുവേഴ്സ് ലവിംഗ്ലി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്ന് നമുക്ക് കൊടുക്കാം അല്ലെ. കാരണം ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് ഇത്, പേഴ്സണൽ ലെറ്റർ ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാ ഇതേപോലെ തന്നെ SD എന്ന് കൊടുക്കുക, അതായത് സൈൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് അല്ലെ. അപ്പൊ SD എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നെയിം എന്നുള്ളത് അല്ലെ, നെയിം കൊടുക്കുക. നമുക്ക് എന്ത് കൊടുക്കാം, ഇത് മാർത്ത അയക്കുന്നതാണെങ്കിൽ എന്താണ്, മാർത്ത എന്ന് നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ അയക്കുന്ന ലെറ്റർ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊരു നെയിം എന്നുള്ളത് കൊടുക്കുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഒരിക്കലും നിങ്ങൾ എക്സാം പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കാണിക്കരുത് എന്നുള്ള കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അയക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന്റെ പേര് ഏറ്റവും അവസാനം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക, SD എന്ന് എഴുതിയതിന്റെ തൊട്ട് താഴെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഒരു ലെറ്ററിന് എന്തൊക്കെ വേണം എന്നുള്ളത് മനസ്സിലായല്ലോ. സെന്റൻസ് അഡ്രസ് വേണം, ഡേറ്റ് വേണം, സെല്യൂട്ടേഷൻ വേണം, ഇൻട്രൊഡക്ഷൻ വേണം, ഒരു ബോഡി വേണം, ഒരു കൺക്ലൂഷൻ വേണം, നിർത്തുന്ന സമയത്ത് അല്ലേ നല്ലൊരു ക്ലോസിങ്ങും വേണം എന്നുള്ള. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ഇൻഫോർമൽ ലെറ്റർ സെറ്റ് ആക്കേണ്ടത്. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോടാ. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.